ഞാനും സീമയും കൂടി ഒന്ന് പുറത്ത് പോണേല് എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ചെടികളൊന്ന് നോക്കാൻ വേണ്ടി പോണേലട്ടാ. അപ്പം നമുക്ക് നഴ്സറിയിൽ വെച്ച് കാണാം. ഒത്തിരി കളക്ഷനുള്ള ഒരു നഴ്സറിയാണ്. ഇതുവരെ ഞങ്ങളിവിടെ കയറിയിട്ടില്ല. ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ കയറാമെന്ന് പറയുമെങ്കിൽ ഞങ്ങൾ വേറെ സാധാരണ കയറാറുള്ള സ്ഥലത്തൊക്കെ തന്നെയാണ് കയറിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ണാടിക്കാട് ബസ് സ്റ്റോപ്പിന് അടുത്ത് തന്നെയാണ് ഈ ദ ഫേൺ എന്നും പറഞ്ഞ് ഒരു നഴ്സറി ഉള്ളത് കേട്ടോ. ഫിലോഡൻഡ്രോണിൻ്റെയും സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കലാത്തിയുടെ കുറച്ച് കിട്ടിയാൽ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ കലാത്തിയ 3-4 വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. ഓർക്കിഡ് പ്ലാന്റ്സ് കുറേ ഉണ്ടായിരുന്നെങ്കിലും ഫ്ലവർ ഉള്ള 2 ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏത് ഫ്ലവറാണ് എന്നറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലവർ ഉള്ളത് മാത്രമാണ് ഞങ്ങൾ 2 വാങ്ങിച്ചത്. എനിക്ക് ഒരെണ്ണം അവൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്റ്റെം എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമല്ലോ. അതുപോലെ കലാത്തിയുടെ 2-3 വെറൈറ്റി വാങ്ങിച്ചു. പിന്നെ മരാന്തയാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ കലാത്തിയ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേക്കും അതിൻ്റെ 2-3 ലീഫ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് പ്ലാന്റ്സ്. കുറച്ച് പെബിൾസും കുറച്ച് കൊക്കോ ചിപ്സും വാങ്ങിച്ചിട്ടുണ്ട് ഓർക്കിഡ് പ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലാന്റിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അതുപോലെ അവിടെ നിന്ന് തന്നെ കുറച്ച് ചട്ടിയും ഹാങ്ങിങ് ബോട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഈ മെലസ്റ്റോമ 100 രൂപയായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്.